വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മള് മത്തൻ നമുക്കൊരു കറി ഉണ്ടാക്കിയാലോ ഇന്നപ്പാ. അപ്പൊ ഞാനിവിടെ അരമുറി മത്തൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കണ്ടാൻ തുണ്ടായിട്ട് വെട്ടിയെടുക്കാം. നമുക്ക് ഷേപ്പ് ആവശ്യമില്ല കേട്ടോ. ഞാൻ ഈ കറി ഫസ്റ്റ് ടൈമായി കൂട്ടുന്നത് ഇവിടെ കാണാൻ ഉണ്ടാക്കിയപ്പോ ഞാനിവിടെ ഷേപ്പ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞത് നമ്മൾ വേവുമ്പോ നല്ല ഉടയുമല്ലോ അതുകൊണ്ടാട്ടോ. ഇനി നമ്മൾ ആ കണ്ടം തുണ്ടായി വെട്ടിയ മത്തൻ ഉണ്ടല്ലോ ഒരു മൺചട്ടിയിലോട്ടോ അല്ലെങ്കിൽ കുക്കറിലോട്ടോ ഇട്ട് നമുക്ക് വേവിക്കാട്ടോ. ഞാൻ പ്രിഫർ ചെയ്യാൻ മൺചട്ടി ഇട്ടു, കാരണം നമ്മുടെ നാട്ടിൽ നടപ്പ് അതാണല്ലോ. അങ്ങനെയല്ല കേട്ടോ, ഞാൻ കുക്കറിൽ തന്നെ വെക്കലെടുക്കൊക്കെ, ഇടയ്ക്ക് മൺചട്ടിയിൽ അങ്ങനെ വെക്കുന്നുള്ളൂ. പക്ഷെ ബെറ്റർ നമ്മൾ മൺചട്ടി ഇട്ടോ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ മൺചട്ടിയിലോട്ടോ കുക്കറിലോട്ടോ ഈ കഷ്ണങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് 2 പച്ചമുളക് കയറിയിട്ടും പിന്നെ ആവശ്യത്തിന് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. അതവിടെ വേവട്ടെ. അപ്പത്തിന് നമുക്ക് അയിക്കുള്ള തേങ്ങ അരപ്പ് നോക്കിയാലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ചിരകിയ തേങ്ങ. പിന്നെ അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ നമ്മൾ നല്ല ജീരകല്ലേ അതും ഇട്ടിട്ട് നമുക്ക് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈ ടൈമോടെ നമ്മൾ മത്തനെല്ലാം വെന്തിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്ക് നല്ലോണം ഉടച്ചു കൊടുക്കാം. ഇനി നമ്മൾ അരച്ച തേങ്ങ മിക്സ് ഉണ്ടല്ലോ നമ്മൾ വേവിച്ച മത്തനിലോട്ട് നമുക്ക് ഒഴിച്ചെടുക്കാം. എന്നിട്ട് എന്താ നല്ലോണം മിക്സ് ചെയ്യാം. നമ്മൾ ആ മിക്സ് ഒഴിച്ചതിന് ശേഷം ഒന്ന് വന്ന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ മത്തനക്കെല്ലാം ഉടച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിലോട്ട് ഉണ്ടാവുക. ഇനിയിപ്പോ അത് അളിക്കാൻ വേണ്ടിട്ട് നമുക്ക് 4 വെളുത്തുള്ളി നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. അതിന് നമ്മളിവിടെ ഇഞ്ചിക്കല്ലുണ്ടല്ലോ, അതിന് നമുക്ക് 2 കുത്തൂത്തിയിട്ട് വരാം. നിങ്ങളവിടെ ഈ കല്ല് എന്താ പറയാ? ഞങ്ങളുടെ ഇഞ്ചിക്കല്ല് പറയട്ടോ. അപ്പൊ നമ്മൾ കറി അവിടെ തളിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തളിപ്പ് തയ്യാറാക്കിയല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ കറിയിലും പോലെ തന്നെ നമ്മൾ ചട്ടി വെച്ചിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ചൂടായ ശേഷം നമ്മൾ കടുക് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് പിന്നെ കറിവേപ്പിലും പിന്നെ നമ്മൾ നേരത്തെ അയച്ച വെളുത്തുള്ളി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. പിന്നെ പച്ചമുളക് ഉണ്ടെങ്കിൽ അത് ബെസ്റ്റ് ആട്ടോ. അപ്പൊ അത് ഇട്ട് കൊടുത്തോളി. ഞാൻ എന്റെ കൈ ഇല്ലാത്തോണ്ട് ഇട്ടിട്ടില്ല. അപ്പൊ അതും കൂടി ഇട്ട് നല്ലോണം മൂപ്പിച്ചെടുത്തോളി. എന്നിട്ട് അതിലോട്ട് നമ്മൾ നേരെ ഉണ്ടാക്കിയ കറി ഉണ്ടല്ലോ അതിക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ നമ്മളിതാ മത്തൻ കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കല്ല സുടുസുടാ ചോറിന്റെ ഒപ്പം കഴിച്ചാൽ അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പൊ എല്ലാരും മറക്കാതെ ട്രൈ ചെയ്തൊക്കെ അല്ലേ. ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങൾക്ക് എന്താ ഇഷ്ടപ്പെട്ടോ. അപ്പൊ എല്ലാരും ട്രൈ ചെയ്തൊക്കെ താഴെ ഫീഡ്ബാക്ക് അറിയിക്കണേ. ഒപ്പം നിങ്ങളെ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പൊ കുറെ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ആക്കണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ, ലൈക്കും കമന്റ് ഒക്കെ ചെയ്യണേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പൊ ഓക്കെ, ബൈ. ഹേ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ എല്ലാവർക്കും